ഗുഡ് മോർണിംഗ്, വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മുടെ 27ാമത്തെ ദിവസമാണ്. ഇങ്ങനെയാണ് ദിവസം തുടങ്ങുന്നത്. കാലത്ത് തന്നെ ഞാൻ എഴുന്നേൽക്കുന്ന മുമ്പ് തന്നെ ഇവർ പോയി റൂഫ് ടോപ്പ് പൂളിൽ തിമിർക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയ ഇന്നലെ ഇറങ്ങണില്ല എന്ന് പറഞ്ഞത് ഈ കാരണം കൊണ്ടാണ്. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു വലിയ ടീമാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ്. നല്ല വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ ചെയ്ത് പൂളിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഡാൻസും അതുപോലെ റീൽസും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ ഇപ്പോഴും ഇറങ്ങിയില്ല, റൂമിലേക്ക് പോയി തിരിച്ചു. അടിപൊളി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ അവരുടെ യൂട്യൂബ് പ്രീമിയം അല്ല, അത് കാരണം പരസ്യം കിട്ടും എടുത്തു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മളിന്ന് 27th ഡേ. അപ്പോൾ 12 മണിയാകുന്നു. റമദയിൽ ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷെ ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ പാക്കേജിൽ. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്നലത്തെ ഡിന്നറിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് 900. അത് ഇതിനുള്ള വയറില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്ത വശം ലഞ്ച് കഴിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ ഗ്വാളിയർക്ക് വിടുന്നു. 6.5 hours. ചുമ അങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ശബ്ദം ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ തോന്നും വണ്ടി നേരെ നാട്ടിലേക്ക് വിടണമെന്ന്. കാരണം നമ്മളിങ്ങനെ ഒരു പ്രശ്നം വെച്ച് മരുന്നും കഴിച്ച് ഇൻഹേലറൊക്കെ അടിച്ച് നെബുലൈസേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. കൂടുതൽ വഷളാവുമോ എന്നൊരു പേടി ചിലപ്പോൾ തോന്നും. പിന്നെ എന്നാലും പോവാ, ബാക്കി സ്ഥലം കൂടി കണ്ടിട്ടാവാം പോക്ക് എന്ന് തീരുമാനിക്കണം അല്ലേ? നല്ല തീരുമാനം. അപ്പം അങ്ങനെ ധൈര്യമായി മുന്നോട്ട് പോകുന്നു. പുറത്ത് നല്ല വെയിൽ കത്തി കാണുന്നുണ്ട്. നമ്മൾ ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. വ്യൂ ഒന്നും ഒരു സുഖമില്ല അല്ലേ? ഇത് പറഞ്ഞ പോലെ എക്സ്പ്രസ് വേയുടെ അടിയിൽ ഇങ്ങനെ ഒഴിഞ്ഞ കുറേ സ്ഥലങ്ങൾ മാത്രമാണ് ചുറ്റും കാണുന്നത്. വലിയ ഏരിയയാണ് റമദ. പിന്നെ കാലത്ത് തന്നെ ഒരു പൂളിൽ രണ്ടാളും ചൂട് കാരണം ഹോസ്റ്റ് ഇറങ്ങിയില്ല. നല്ല വെയിലത്തായിരുന്നു തങ്കുവും പപ്പയും കിടന്ന് പൂളിൽ കുത്തി മറിഞ്ഞത്. പക്ഷേ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. വെയിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് ഇവിടുത്തെ ആളുകളുടെ വെയിലത്തുള്ള പെരുമാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. വെയിൽ നിലാവാണെന്നുള്ള മട്ടിലാണ്. സ്റ്റാർട്ടിങ് അവർ ട്രാവൽ ഡേ 27. റമദയിൽ നമ്മുടെ റൂമിൽ നിന്ന് റിസപ്ഷനിലേക്കും പാർക്കിങ്ങേക്കും പോകാനായിട്ട് ഒരു ടോട്ടോ പിടിക്കേണ്ടി വരും. അത്രയ്ക്കും ലോങ് കോറിഡോർസ് ആൻഡ് ദെൻ എക്സ്പെൻസീവ് ഷോപ്സ്, എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ഹാങ്ങിങ്സ്, വാൾ ഹാങ്ങിങ്സ്, അങ്ങനെ മൊത്തം നല്ല ഈസ്തറ്റിക്കലി ഡിസൈൻഡ് ആൻഡ് ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്. സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു സ്റ്റേ ഓഫ് കോഴ്സ് വിത്ത് എ പ്രൈസ്. അപ്പോൾ നമ്മൾ ഇറ്റ്സ് 12 o'clock ആൻഡ് വി ആർ ചെക്കിംഗ് ഔട്ട്. വി ആർ സ്റ്റാർട്ടിങ്. നമുക്കിന്ന് 340 kilometer 6 hours ആണ് കാണിക്കുന്നത് ഗ്വാളിയ ഫോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ താമസിച്ച് നാളെ കാലത്ത് എനിക്ക് ഫോർട്ട് കാണും. നമ്മളിപ്പോൾ ഇന്ന് പുലർച്ചിറങ്ങി അവിടെ ഓടിയെത്തണമെങ്കിൽ നട്ടുച്ചയ്ക്ക് എത്തിയാനേ. പക്ഷേ 46 ഡിഗ്രിയാണ്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെസ്റ്റ് കഞ്ചക്ഷനൊക്കെ വെച്ച് പണി വാളും. യാത്രയുടെ സുഖം കൂടി മൊത്തം പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഈ പച്ചപ്പ് വിട്ട് റോഡിലേക്ക് ഇറങ്ങാണ്. നമുക്ക് 2 വഴിയുണ്ട് പോകാനായിട്ട്. ഒന്ന് റൈറ്റ് തിരിഞ്ഞ് കാൺപൂർ വഴി പോകാൻ പറ്റും, അല്ലെങ്കിൽ ലെഫ്റ്റ് എടുത്ത് ലക്നൗ സിറ്റിയുടെ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ നമുക്ക് ആഗ്ര എക്സ്പ്രസ് വേ വഴി പോവാം. എറ്റാവേന്ന് തിരിഞ്ഞ് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് വേ വഴിയാണ് പോണത്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ട്. കയ്യിലെ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എക്സ്പ്രസ് വേയിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. എക്സ്പ്രസ് വേയിൽ ഒരു 200 kilometer 2.25 മണിക്കൂർ ഒറ്റപ്പെട്ട. അത് കഴിഞ്ഞ് ഇറ്റാവയ്ക്ക് തിരിയാനുള്ള കട്ടിങ്ങിലാണ് ഒരു സ്ഥലം കണ്ടത്. ഒരു ഫുഡ് മോളാണ്. ഒക്കെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മസാല ദോശയും നൂഡിൽസ് ആയിട്ട് പരിപാടി അവസാനിപ്പിച്ചു. നല്ല ചൂടത്ത് ഹൈവേ കൂടെ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സത്യസായി ബാബിയാണ് വണ്ടി ഓടിക്കണത്. ഒരു കൈയൊന്നും പുറത്തില്ല, ഗിയറൊന്നും തൊടണമെന്നില്ല. ഒരു കൈ അവിടെ പേരിന് സ്റ്റിയറിംഗ് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ കൂടെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചാൽ കൂടെ ഇട്ടോ. പിന്നെ വെയിലടിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ലേ.
ഇവിടെ എല്ലാവരും തുണി ഉണക്കാട്ടേക്കണ പോലെ. പക്ഷെ ഇപ്പൊ ടെമ്പറേച്ചർ 41 ഉള്ളു. പക്ഷെ നല്ല വെയില. പുറത്ത് റോഡൊക്കെ ഇങ്ങനെ ഫ്രൈ, എന്തും വിട്ടാലും ഫ്രൈ ആവണ പോലെ ഇരിക്കണത്. നമ്മുടെ ടയറൊക്കെ ഇങ്ങനെ നല്ല പാൻ കേക്ക് പോലെ ഇരിക്കണ ടയറൊക്കെ. നമ്മളിങ്ങനെ പതുക്കെ ഒരു 100-ലിങ്ങനെ പതുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇനി നമ്മുടെ ഗ്വാളിയാറിലോട്ട്. നമ്മളെത്തുമ്പോൾ ഒരു 7:30 ഒക്കെ ആവും. ഇപ്പോൾ സമയം 3:30. ഒരു 4 hours കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിൽ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ആഗ്രയിൽ നിന്ന് ലക്നൗവിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ പകുതി ദൂരം നമ്മളിപ്പോൾ തിരിച്ച് വന്നിട്ട് വേണം ലെഫ്റ്റ് എടുത്ത് ഗ്വാളിയാറിൽ പോകാൻ. ഗ്വാളിയാർ ഫോർട്ട് ആണ് നമ്മുടെ നാളത്തെ 6 മണിയുടെ പ്ലാൻ. ഗ്വാളിയാറിലോട്ട് എല്ലാവരും നമ്മൾ ഓവർടേക്കൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ പതുക്കെ 100 പിടിയാണ്. അല്ലേ ബാബ? ബാബ ധ്യാനത്തിലാണോ? ഓ ദ മൊമെന്റ് വരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്റ്റയുടെ 99,999 കിലോമീറ്റർ എത്തിയിരിക്കുന്നു. 1,00,000-ലേക്കുള്ള ഏതാനും മീറ്ററുകളാണ് ഇനി നടക്കാൻ പോകുന്നത്, അല്ല ഓടാൻ പോകുന്നത്. 1,00,000 ആയാൽ പിന്നെ ഈ 5 അക്കത്തിൽ നിന്ന് നമ്മൾ മാറും. 1,00,000 ഒരു സംഖ്യയാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ് ഒരു കാർ വെച്ച് നോക്കുമ്പോൾ. 8 years ആയി വണ്ടി. 1,00,000 ഇത് കൊറേ ഉണ്ടല്ലോ 0. അയ്യോ പെട്ടെന്ന് ഭയങ്കര വലുതായില്ലോടെ. അയ്യോ വിനോദ ക്രിസ്റ്റയ്ക്ക് 1,00,000 അല്ല, ഒരു തുടക്കം മാത്രം. അങ്ങനെയല്ലേ അവര് പറഞ്ഞത്? മൈലേജ് ഒക്കെ കൂടാൻ പോണത്. നോക്കിയേ പിന്നെ എന്തോരം 0 അതല്ലേ. ആദ്യമായിട്ട് 1,00,000 കാണുന്ന മാതിരിയാ. മുന്നേ 2,00,000 ഓടി ക്രിസ്റ്റ് അല്ല വെന്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മള് ഇതല്ല 0 തൊട്ട് 1,00,000 വലുതാക്കിയത് നമ്മളാണിത്. അതെ, 2 യാത്രകൾ, വലിയ യാത്ര, ട്രാവൽ ഇപ്പോ 10,000 ആയിട്ടില്ല. ഈ ട്രാവൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രിപ്പ് 9,870 ആയിട്ടുള്ളൂ. തിരിച്ചെത്തുമ്പോൾ 12,000 ആവും. നമ്മുടെ 23-ലെ യാത്ര 10,000 കിലോമീറ്റേഴ്സ് ആയിരുന്നു, 32 days. അങ്ങനെ അതും ഇതും പിന്നെ 4, 5, 6, 7 അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ നീങ്ങുന്ന ട്രിപ്പുകളൊക്കെ ആയിട്ട് ഇന്ത്യ മുഴുവൻ ഒരുമാതിരി നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഓടി. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശമായിരുന്നു ഇത് വാങ്ങുമ്പോൾ. 1,00,000 ആവില്ല ഇപ്പോ. ഇനി 1 തുടങ്ങാം. ഇതിപ്പോ നമ്മള് റീസെറ്റ് ആയി. ഇനി 1 വീണ്ടും തുടങ്ങുന്നത്. ഇന്നോവയ്ക്ക് ഇതൊരു എന്താ പറയാ, ഒരു അഡോളസൻസ് ആയിട്ടുള്ളൂ. ഇപ്പോ ഇത്ര കാലം ഇതിന്റെ ഒരു ഒരു ഗ്രോയിങ് ഫേസ് ആയിരുന്നു, കുഞ്ഞുകുട്ടിയായിരുന്നു. 1,00,000 തൊട്ടാണ് ഇനി അഡോളസെന്റ് ആവണത് വണ്ടി. അതിങ്ങനെ ഓടി 3 ഓടി നോക്കട്ടെ 4, 5 ലക്ഷം ഒക്കെ ആവും. നമ്മള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അതങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് ഓടിക്കോളും. നമ്മുടെ വലിയൊരു മൈൽ സ്റ്റോൺ ഇതിൽ അച്ചീവ്ഡ് ആണ്. ഒരു 4, 5, 6 ദിവസത്തിൽ യാത്ര കഴിയുമ്പോൾ നമ്മളും വണ്ടിയും നല്ല സംതൃപ്തിയോടെയാണ് തിരിച്ചു പോകാറ്.
ചമ്പൽ നദി കിടക്കാണ്. അത് കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. ഇതാണ് ഉത്തർപ്രദേശിന്റെ ബൗണ്ടറി. ഈ പുഴ കടക്കുമ്പോളം ഉത്തർപ്രദേശ്, കടന്നാൽ മധ്യപ്രദേശ്. നമ്മുടെ 8ാമത്തെ. ഈ ചമ്പൽ എന്ന് കേട്ട് നമുക്കൊക്കെ ഫൂലൻ ദേവിനെയാണ് ഓർമ്മ വരാം. അതേ ചമ്പൽക്കാടുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ചമ്പൽ നദി കുറച്ചും കൂടി ഒഴുകി ഇറ്റാവയിൽ വെച്ച് യമുനയോട് ചേരും. യമുന ഇങ്ങനെ കുറേയും കൂടി അങ്ങനെ ഒഴുകി പ്രയാഗ്രാജിൽ വെച്ച് ഗംഗയോട് ചേരും. എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ മധ്യപ്രദേശിലേക്ക് കടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും സീൻ കോൺട്രയായി. നല്ല തിരക്കാണ്. ഇത് ബീണ്ടാണ് സ്ഥലം. ബീണ്ടെന്നല്ല, ഇനി ബീഡെന്നാ പറയേണ്ടതിന്. അത്രയ്ക്ക് തിരക്കാണ്. സമയത്തിൻ്റെ ഉണ്ടാവും. 6:15 അപ്പോൾ വൈകുന്നേരത്തിൻ്റെ ഒരു തിരക്ക്, ചന്ത കാര്യങ്ങൾ, ആളുകൾ, വാഹനങ്ങൾ ഒക്കെ ഇങ്ങനെയുണ്ട്. എല്ലാ ദിവസവും എങ്ങനെയാണോ, അതൊന്നും വല്ല സ്പെഷ്യലാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ തിരക്കൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഈ ഗ്രാമീണരെയൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ പോവാം. ക്ഷമ വേണം, സമയമെടുക്കും. വൈക്കോൽക്കൂനകളും പാടങ്ങളും കൊച്ചു കുടിലുകളൊക്കെ ഇവിടെയും ധാരാളമായിട്ട് കാണുന്നുണ്ട്. കാർഷിക മേഖലയാണ് ഇവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പോവർട്ടി സ്റ്റേറ്റസിൽ ഉത്തർപ്രദേശിൻ്റെ പിന്നിലൊക്കെ ആയിട്ട് മധ്യപ്രദേശിന് സ്ഥാനമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. വൈകുന്നേര വഴിയോര ചന്തകൾ. ഇത് കാരണമാണ് ആ ബ്ലോക്ക് ഇവിടെ. ഈ കർഷകരൻ അവരുടെ പ്രൊഡ്യൂസൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുപോയിക്കുന്നുണ്ടാവും. പിന്നെയും ബ്ലോക്ക് അല്ലേ? എത്ര നേരം ഉണ്ടാവും? മടുത്താ? അങ്ങനെ നമ്മൾ ഗ്വാളിയർ സിറ്റിയിലേക്ക് എത്തുകയാണ്. ഗ്വാളിയർ സിറ്റി എന്ന് പറയുന്നത് ഗ്വാളിയർ ജില്ലയുടെ തലസ്ഥാനം കൂടിയാണ്. ഗ്വാളിയർ ഫോർട്ട്, ജയ്വിലാസ് പാലസ്, തേലിക്കി മന്ദിർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാലസുകളും കോട്ടകളും ഉള്ള സ്ഥലമാണ് ഗ്വാളിയർ. മാത്രമല്ല സിറ്റി ഓഫ് മ്യൂസിക് എന്നുള്ള പേരും കൂടി ഉണ്ട് ഗ്വാളിയറിന്. ഏറ്റവും പഴയ ക്ലാസിക്കൽ മ്യൂസിക് ഘരാനകൾ ഇവിടെയാണ്. ഗ്വാളിയർ വികാസ് പ്രതികരൻ ആപ്കാ ഹാർദിക് സ്വാഗത്, വെൽക്കം. സോ വി ആർ ചെക്കിംഗ് ഇൻ അറ്റ് രാജ്കമൽ ഹോട്ടൽ ആൻഡ് ഗാർഡൻ. ഗാർഡൻ ഒന്നും കണ്ടില്ല, പക്ഷേ ഇറ്റ്സ് എ ന്യൂ പ്രോപ്പർട്ടി, ദാറ്റ്സ് എ ഹൈലൈറ്റ്. പുതിയതാണ് ആൻഡ് വെരി അഫോർഡബിൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ നോട്ടീസ് വരെ മാറ്റിയിട്ടില്ല. അപ്പോൾ പിന്നിൽ ഇതാ പാർക്കിംഗ് എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഗ്വാളിയർ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി, പക്ഷേ ദിസ് പ്ലേസ് ഇസ് നൈസ്. അപ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ട്. ആഹാ, ന്യൂ റൂംസ്, എവറിത്തിങ് ഗുഡ്. നല്ല പോളിഷൊക്കെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെക്കിൻ ചെയ്തു. അവിടെ രാജ്കമൽ ഹോട്ടൽ ആൻഡ് ഗാർഡൻസ്. പക്ഷേ ആകെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത്, ആകെയുള്ളല്ല, വൺ ഓഫ് ദ തിങ്സ് ഇഷ്ടപ്പെട്ടത് നല്ല പാർക്കിംഗ് ആണ്. ഇവിടെ തൊട്ട് ബാക്കിൽ സ്കൂളുണ്ട്, അതിൻ്റെ പാർക്കിംഗ് ആണ്. നോയൽ പബ്ലിക് സ്കൂൾ. അത് അതിന് നമ്മൾ ബാക്ക് ഇടുമ്പോൾ കറക്റ്റ് ഇവിടേക്കുള്ള ബാക്കിൽ 2 ഡോറുണ്ട് ഈ ഹോട്ടലിന്. ഒരെണ്ണം അവിടെ നിന്നുള്ള ഡോറ്, ഒരെണ്ണം ഇവിടെ നിന്നുള്ള ഡോറ്. നമ്മൾ ഇവിടുന്ന് കയറി വണ്ടി അവിടെ കൊണ്ടിട്ട് അവിടെ നിന്ന് ബാഗുകൾ കയറ്റി ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഭയങ്കര കൺജഷനാന്ന് തോന്നും, പക്ഷേ ഈ പടമൊക്കെ ഇട്ടിരുന്നോട്ടാ. പിന്നെ പുതിയ സ്ഥലമാണ്, കറക്റ്റ് 1 year ആയിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട്. ബുക്കിംഗ് ഡോട്ട്കോമിൽ നല്ലൊരു ഓഫർ, ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 3000 രൂപ, 2 റൂം, 2 days. അത് മതി. നമുക്ക് എന്ന് ഉറങ്ങണം, 6 മണിക്ക് എന്നിട്ട് ഗ്വാളിയർ ഫോർട്ട് കാണണം. ഒരു 10 മണിയാകുമ്പോഴേക്കും സാൻഡ്വിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് വന്ന് കഴിക്കുക, വണ്ടി വിടാം. നല്ല ചൂടാ. സമയം ഇപ്പോൾ 8 മണിയാണ്. സമയം ടെമ്പറേച്ചർ 42 ഡിഗ്രിയാണ് പുറത്ത്. പറ്റില്ല. നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്ത വശം ഓസ്ട്രിയൻ വണ്ടിയിൽ വെച്ച് ഓർഡർ ചെയ്തിരുന്ന സൊമാറ്റോ എത്തി. കറക്റ്റ് കോയിൻസിഡൻസ്. കഴിക്കുന്നു, ഉറങ്ങുന്നു. സോ സീ യു ടുമോറോ ഇൻ ഗ്വാളിയർ ഫോർട്ട്.
ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫാമിലി ട്രാവൽ ട്രെയിൽസ്